വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ലെസനാണ് ഹാഫ് എ ഡേ. പഠന സൗകര്യാർത്ഥം ഈ ഒരു ലെസൻ്റെ വീഡിയോ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട്. ഇനി ഇതല്ല മറ്റേതെങ്കിലും ക്ലാസ്സിലെ അതല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ തന്നെ മറ്റേതെങ്കിലും ഇംഗ്ലീഷ് ലെസനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ നേരെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി. ഇവിടെ എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ്സിലെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമുക്ക് നോക്കാം ഹാഫ് എ ഡേ. ഇത് എഴുതിയിട്ടുള്ളത് നാഗിബ് മെഹഫൂസ്. 2 രീതിയിൽ വായിക്കാം. അപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഉച്ചാരണം കാണാം ഇയാളുടെ പേരിന്. ഒന്ന് നജീബ്. അപ്പോൾ അറബിക് പേര് നോക്കുമ്പോൾ നജീബ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉച്ചാരണം വരുന്നത്. ഇനി ഒരു ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള രീതിയിൽ നാഗിബ് മെഹഫൂസ് എന്നും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതും ഉച്ചരിക്കാം. നാഗിബ് മെഹഫൂസ് എന്നോ നജീബ് മെഹഫൂസ് എന്നും പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മദർ ടങ്ങിലൊക്കെ ശരിക്കും അത് നജീബ് മെഹഫൂസ് എന്നായിരിക്കും. അപ്പോൾ രണ്ടും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഒന്നുകൂടെ നന്നാവുക നജീബ് എന്നായിരിക്കും. കാരണം അത് ആ ഒരു ഭാഷയുമായിട്ട് അടുത്ത് കിടക്കുന്ന ഉച്ചാരണം അതാണ്. അവിടെ പിന്നെ ലാംഗ്വേജിലായിട്ട് അടുത്ത് കിടക്കുന്ന ഉച്ചാരണം നജീബ് മെഹഫൂസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഹാഫ് എ ഡേ, ഒരു പകുതി ദിവസം. അപ്പോൾ ഈ ഒരു കഥ ഒരു ആലിഗറിയാണ്. ആലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി, അതിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളൊക്കെ അതിനൊക്കെ കൂടുതൽ ഡീപ്പറായൊരു മീനിങ് ഉണ്ടാവും. ഒരു മെറ്റഫറിക്കൽ ലെവൽ, അതല്ലെങ്കിൽ ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യത്തെയായിരിക്കും പറയുന്നത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താണ് മോർട്ടാലിറ്റി? നശ്വരത, നമ്മൾ മരിക്കും എന്നുള്ളൊരു കാര്യം, അതാണ് മോർട്ടാലിറ്റി. അപ്പോൾ അതൊരു തീമായിട്ട് ഇപ്പോൾ ഒരു കഥയിൽ വരികയാണ്. തീമായിട്ടല്ല, അതിലെ കഥാപാത്രങ്ങൾ അതല്ലെങ്കിൽ അതിലെ സംഭവവികാസങ്ങൾ അതിനെ തന്നെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതെന്താണ്, ഒരു ആലിഗറിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ഹാഫ് എ ഡേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഫുൾ ഒരു ജീവിതകാലം മുഴുവനാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതകാലം ആണ് പറയുന്നത്. സോ പാസേജ് ഓഫ് ടൈമാണ് ശരിക്കും ഈ ഒരു സ്റ്റോറിയുടെ തീമായിട്ട് വരുന്നത്, പാസേജ് ഓഫ് ടൈം. അപ്പം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ സമയം കടന്നു പോകുന്നത്, എത്ര വേഗത്തിലാണ് ഒരാളുടെ ജീവിതം അവസാനിക്കുന്നത്, എത്ര ക്ഷണികമാണ് ജീവിതം. സമയമെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു തീമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു സ്റ്റോറിയുള്ളത്. സോ ഇതൊരു ആലിഗറിയാണ്. അപ്പോൾ ഇതിൽ കഥയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പിതാവ് തൻ്റെ ആൺകുട്ടിയെ, ചെറിയ കുട്ടിയെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല സ്കൂളിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് പോകണമല്ലോ, സ്വാഭാവികമായിട്ടും ഏത് കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഈ പോകുന്നതിൽ നിന്നും വിലക്കി അവനെ വീട്ടിൽ തന്നെ നിർത്താൻ. പക്ഷേ ഒരു രക്ഷയില്ല, അമ്മ അങ്ങനെ വിളിക്കുന്നില്ല, വീട്ടിൽ നിൽക്കാൻ പറയുന്നില്ല. അമ്മയോടും അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഫാദറിനോട് ചോദിക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്നാൽ പോരെ, ആ വീട്ടിലെ കംഫർട്ട് മാറിയിട്ട് എന്തിനാണ് സ്കൂളിൽ പോകണം? അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഒരു പൂർണ്ണമായ വ്യക്തിത്വം, ഒരു വ്യക്തിയാവുക, ഒരു മനുഷ്യനാവുക എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടി അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ പല കാഴ്ചകളും കണ്ടങ്ങനെ സ്കൂളിലെത്തിയിട്ട് സ്കൂളിൽ അവിടെ എത്തുമ്പം എന്താണ്, ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടിക്ക് ഉണ്ടാവുന്നത്. അതായത് പൂർണ്ണമായിട്ടും എന്താ പറയുക, വിഷമമുള്ള കാര്യങ്ങളല്ല, എന്നാൽ സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും വരുന്ന 2 കാര്യങ്ങളും കൂടെ വരുന്നതാണ് സ്കൂള്. ഇനി സ്കൂള് വിട്ട് കഴിഞ്ഞപ്പോൾ പുറത്ത് ഇറങ്ങിയ കുട്ടി ഫാദറിനെ കാണുന്നില്ല. ചുറ്റും നോക്കുന്നുണ്ട്, ഫാദറിനെ കാണുന്നില്ല. അപ്പോൾ ഫാദർ പ്രോമിസ് ചെയ്തിരുന്നു സ്കൂള് കഴിയുമ്പം ഞാനിവിടെ പുറത്തുണ്ടാവുന്നത്, പക്ഷേ ഇവിടെ ഫാദറിനെ കാണുന്നില്ല. അപ്പോൾ കുട്ടി എന്താണ്, സ്വന്തമായിട്ട് നടക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ തിരികെ നടക്കുന്ന സമയത്ത് ചുറ്റുഭാഗമുള്ള കാര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴുള്ള കാഴ്ചയല്ല, ഒന്നുകൂടെ വാഹനങ്ങൾ കൂടിയിട്ടുണ്ട്, മലിനീകരണം കൂടിയിട്ടുണ്ട്, ശബ്ദം കൂടിയിട്ടുണ്ട്, പുക കൂടിയിട്ടുണ്ട്, പുതിയ ബിൽഡിങ്സും അതുപോലെ തന്നെ ഗാർബേജ് വേസ്റ്റ് എല്ലാം കൂടിയിട്ടുണ്ട്. വന്നപ്പോഴുണ്ടായിരുന്ന ഒരു പച്ചപ്പോ മരങ്ങളോ അല്ലെങ്കിൽ ഗാർഡൻ ഒന്നും റോഡിൻ്റെ വശങ്ങളിലൊന്നും ഒന്നും കാണുന്നില്ല. അങ്ങനെ നടന്ന് അവസാനം ആ കുട്ടി എന്താണ് തിരിച്ചറിയുകയാണ്. ഇപ്പോൾ എന്താണ് തിരിച്ചറിയുന്ന കാര്യം, താൻ വൃദ്ധനായിട്ടുണ്ട് എന്നുള്ളത്. അതായത് പാസേജ് ഓഫ് ടൈം. അപ്പോൾ വളരെ ഒരു സ്കൂളിൽ പോയി ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ദിവസവും ഇല്ലല്ലേ, ഒരു സ്കൂളിൽ പോയിട്ട് അത് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്താണ് വിടുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്താണ് ഈ കുട്ടിയുടെ ആയുസ്, അതായത് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ കാര്യമാണ് കുട്ടി കാണുന്നത്. അപ്പം അത്രയാണ് ജീവിതം.
അത്രേ ഉള്ളൂ ജീവിതം. അതായത് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി അവസാനം തിരിച്ചറിയണം താൻ വൃദ്ധനായിട്ടുണ്ട്. കാരണം കുട്ടിക്ക് എന്താണ് വേഗത്തിൽ നടക്കാനോ റോഡ് ക്രോസ് ചെയ്യാനോ കഴിയുന്നില്ല. അപ്പോൾ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ തുടക്കത്തിന് തൊട്ട് പറയാണ്, ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ. ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബോയിയാണ്, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ബോയ്. ഐ പ്രൊസീഡഡ് മീൻസ് ഐ കണ്ടിന്യൂഡ് അലോങ് സൈഡ് മൈ ഫാദർ. നടക്കുകയാണ്. അലോങ് സൈഡ് മീൻസ് നെക്സ്റ്റ് ടു, നിയർ. എൻ്റെ ഫാദറിൻ്റെ അരികിലൂടെ ഞാൻ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഫാദറും ഞാനും കൂടെ നടക്കുകയാണ്. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ. ഞാനും അച്ഛനും കൂടെ നടക്കുകയാണ്. ഞാനും ഉപ്പയും കൂടെ നടക്കുകയാണ്. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഇവിടെ ഉപ്പയുടെ കൈയും പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ഇവിടെ അച്ഛൻ്റെ വലത്തെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റെപ്പ് വെച്ച് നടക്കുക, വേഗത്തിൽ വലിയ സ്റ്റെപ്പ് വെച്ച് നടക്കുക. അപ്പോൾ അറിയാം, കുട്ടിയുടെ ഒരു സ്റ്റെപ്പ് വെക്കുന്ന അത്ര പോലെ അല്ലല്ലോ ഫാദർ സ്റ്റെപ്പ് വെച്ച് നടക്കുമ്പോൾ അത്യാവശ്യം വലിയ രീതിയിൽ ചവിട്ടി നടക്കും. അപ്പം ഫാദറിൻ്റെ ആ ഒരു ലെവലിൽ ആ ഒരു സ്പീഡിൽ നടക്കാൻ കുട്ടി ഓടണം. നിങ്ങൾ പലപ്പോഴും കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളും കൊണ്ട് ചിലപ്പോൾ എന്താണ് വളരെ ധൃതിയിൽ നടന്നു പോകുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ വേഗത്തിൽ നടക്കും. അവരെന്താണ് വലിയ സ്ട്രൈഡ്, വലിയ കാൽ ചുവടുകളുമായിട്ടാണ് പോകുന്നത്. കുട്ടിയാണെങ്കിലോ അവിടെ ഒരു വലിയ കാൽ ചുവട് വെക്കുമ്പം ഇവിടെ സ്പീഡിൽ 2, 3 ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഓടുകയാണ് കുട്ടി. അപ്പോൾ ഇവിടെയും എന്താണ് ഫാദറിൻ്റെ വലിയ സ്ട്രൈഡിനൊപ്പം, സ്ട്രൈഡ് ഞാൻ പറഞ്ഞു എന്താണ് വലിയ കാൽ ചുവടുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പം ഈ കുട്ടി എന്താ ഈ ഫാദറിൻ്റെ ഒപ്പം എത്താൻ ഓടുന്നുണ്ട്. ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. ബോയ് പറയാണ്, എൻ്റെ എല്ലാ വസ്ത്രങ്ങളും, ഞാനിപ്പോൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്, എൻ്റെ എല്ലാ വസ്ത്രങ്ങളും ന്യൂ, പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂസ്. എന്താണ് ബ്ലാക്ക് ഷൂസ്? കറുത്ത ഷൂസ്. ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം, പച്ച നിറമുള്ള സ്കൂൾ യൂണിഫോം. ആൻഡ് ദ റെഡ് ടാർബൂഷ്. ഈ ടാർബൂഷ് എന്ന് പറഞ്ഞാൽ പിന്നെ തൊപ്പിയാണ്. ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ടാബൂഷ്. ഈ റെഡ് കളറുള്ള ഈ ടാബൂഷ് ഇത് അണിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി മൈ ഡിലൈറ്റ്, എൻ്റെ സന്തോഷം. ഡിലൈറ്റ് എന്ന് പറഞ്ഞ സന്തോഷം. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് മിക്സ്ഡ്. അതായത് പുതിയ വസ്ത്രം അണിഞ്ഞത് കൊണ്ട് സന്തോഷമുണ്ടെങ്കിൽ പോലും സ്കൂളിലേക്ക് പോകുന്നതിൽ കുട്ടിക്ക് ദുഃഖമുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് മിക്സ്ഡ് ഫീലിംഗ്, മിക്സ്ഡ് ഇമോഷൻ എന്ന് പറഞ്ഞത്. ഡിലൈറ്റ് സന്തോഷം. അപ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പം ആർക്കായാലും കുട്ടികൾക്ക് പ്രത്യേകിച്ചും എന്താണ് സന്തോഷം ഉണ്ടാവും. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, എൻ്റെ പുതിയ വസ്ത്രത്തിൽ എനിക്കുള്ള സന്തോഷം ഹൗവർ എന്നാലും വാസ് മിക്സ്ഡ്, ഒരു മിക്സ്ഡ് ആയിരുന്നു. ഫോർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ. സാധാരണ പുതിയ വസ്ത്രം കൊണ്ട് സൽക്കാരങ്ങളിലേക്കാണ് പോകുന്നത്, ഫീസ്റ്റ് ഡേ, സദ്യ കഴിക്കാനാണ് പോകുന്നത്. പക്ഷേ ഇതൊരു ഫീസ്റ്റ് ഡേ അല്ല, സ്കൂളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു മിക്സ്ഡ് ഇമോഷൻ വരാൻ കാരണം. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഫീസ്റ്റ് ഡേ ആയതുകൊണ്ടല്ല, സ്കൂളിലേക്ക് ആദ്യമായിട്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരു സമയമാണ്. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു. കാസ്റ്റ് ത്രോ, എറിയുക എന്നൊക്കെയാണ്. അതിൻ്റെ ഇവിടെ സ്കൂളിൽ അയക്കുക. സ്കൂളിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തുന്ന ദിവസമാണ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം ജനലിൻ്റെ അരികിൽ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, വാച്ചിങ് അസ്. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ. ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ് ടേൺ ടുവേർഡ് എന്ന് പറഞ്ഞാൽ ലുക്ക് ടുവേർഡ്, നോക്കുക. ടേൺ ടുവേർഡിന് ഇവിടെ അർത്ഥം ലുക്ക് ടുവേർഡ്, നോക്കുക. അപ്പോൾ ഞാൻ അമ്മയെ നോക്കും. ഹെർ ഫ്രം ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക്. ഫ്രം ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യും. അപ്പീലിംഗ് മീൻസ് റിക്വസ്റ്റിംഗ്. ഞാൻ പിന്നെ ചോദിക്കും അമ്മയോട് ഹെൽപ്പ്, സഹായം എന്ന്. അതായത് വീട്ടിൽ നിന്നാൽ മതി, സ്കൂളിൽ പോകണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞങ്ങൾ എന്താണ്? വി വാക്ക്ഡ് ഡൗൺ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡനൊക്കെ ഉള്ള സ്ട്രീറ്റിലൂടെയാണ് ഞാൻ നടക്കുന്നത്, ഞാനും ഫാദറും നടക്കുന്നത്. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. രണ്ട് സൈഡിലും എന്താണ് കാണുന്നത്? ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ, വലിയ ഏരിയ, ഫീൽഡ്, പാടാണ്. പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, അതായത് പല കൃഷിയുമുള്ള പാടങ്ങൾ. പ്രിക്ലി പെയർസ് എന്ന് പറഞ്ഞാൽ ഒരു മുള്ളുള്ള കള്ളിച്ചെടി, അതാണ് അർത്ഥം കേട്ടോ. പ്രിക്ലി പെയർസ്, മുള്ളുള്ള കള്ളിച്ചെടി. അപ്പോൾ കളിമുൾച്ചെടി ഉള്ള ഭാഗത്തോടൊക്കെ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിലുണ്ട്. ഹെന്ന ട്രീസ്, മൈലാഞ്ചിയുടെ ചെടിയുണ്ട്. ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ്, ഈന്തപ്പഴ കായ്ക്കുന്ന ഈന്തപ്പനകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുള്ളത്? മുള്ളൻ കള്ളിച്ചെടികളുണ്ട്,
മൈലാഞ്ചി ചെടിയുണ്ട്, ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്, ഈ ഈത്തപ്പഴം കിട്ടുന്ന ഈത്തപ്പനകൾ ഉണ്ട്. എന്നിട്ട് ബോയ് ചോദിക്കുകയാണ് ഫാദറിനോട്, വൈ സ്കൂൾ, എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ വളരെ ഓപ്പണായിട്ട്, വളരെ കൂളായിട്ട്, എന്താ പറയുക, ഡയറക്റ്റായിട്ട് എന്നെ ചോദിച്ചു, എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അനോയ്, ഡിസ്റ്റർബ്. ഞാൻ നിങ്ങളെ ഒന്നും, ഫാദറിനോട് പറയാം മകന്, ഞാൻ അച്ഛനെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല, വാപ്പാണ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്? ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ. അപ്പോൾ ഫാദർ തിരികെ മകനോട് ചോദിക്കുകയാണ്, ഐ എം നോട്ട് പണിഷിങ് യു. സ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പണിഷ്മെൻ്റ് അല്ല. ഐ എം നോട്ട് പണിഷിങ് യു. ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നില്ല, അതായത് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, അതൊരു ശിക്ഷയായിട്ട് നിനക്ക് തരുന്നില്ല. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ശിക്ഷയല്ല. ആം ഐ, ആണോ? ഞാൻ നിന്നെ ശിക്ഷിക്കുകയാണോ? അല്ലല്ലോ. ഹീ സെഡ് ലാഫിങ്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഫാദർ പറയുന്നത്, ലാഫിങ് പൊട്ടി ചിരിച്ചുകൊണ്ട്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്നുള്ളത് ഒരു പണിഷ്മെൻ്റ് അല്ല, ഒരു ശിക്ഷയല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി പോലെയാണ്. സ്കൂൾ ഇറ്റ്സ് എ ഫാക്ടറി, ഒരു മെറ്റഫറായിട്ടാണ് പറയുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞ ഫാക്ടറിയാണ്. ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്നും സമൂഹത്തിനും വീടിനും ഉപകരിക്കുന്ന മുതിർന്ന പൗരന്മാരെ സൃഷ്ടിക്കുന്ന സ്ഥലമാണ്, ഇടമാണ് സ്കൂൾ. അതായത് കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല പുറത്തിറങ്ങുമ്പോൾ എന്താണ്, ഭാവിയിൽ പിന്നെ എന്താണ്, സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന മക്കളാവും. അതാണ് പറഞ്ഞത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്, നിനക്ക് വളരണ്ടേ എന്ന് ഫാദർ ബോയോട് ചോദിക്കുന്നു. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ ബോധ്യമായി, നോട്ട് കൺവിൻസ്ഡ് ബോധ്യമായില്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഫാദർ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് കുട്ടിക്ക് ഉൾക്കൊള്ളാനായില്ല, ചെറിയ കുട്ടിയാണ്. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് to be had in tearing me away from the intimacy of my home and throwing me into this building. ഈ പറഞ്ഞൊരു ലെങ്തി സെൻറ്റൻസ് ആണല്ലേ, പറഞ്ഞത് ഇത്രേ ഉള്ളൂ. വീട്ടിൽ നിന്നും വളരെ കംഫർട്ടബിളായി സുഖകരമായി ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും എന്നെ പിടിച്ചു വലിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഇടുന്നതിൽ എന്ത് നന്മയാണുള്ളത്, എന്ത് നല്ലതാണ് ഉള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ ബോയ് പറയുന്നത്. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ്. എന്തെങ്കിലും നന്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ ടേറിങ് മീ അവേ, മുറിച്ചു മാറ്റുന്നതിൽ നിന്നും, എന്നെ വീട്ടിലാണ് കംഫർട്ടബിളായിട്ട് കുട്ടിയിരിക്കുന്നത്, അവിടെ നിന്നും എന്നെ മുറിച്ചു മാറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. ടേറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി, ആ ഒരു എന്താ പറയുക, വീടുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഇൻറ്റിമസി ഓഫ് മൈ ഹോം, ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ദിസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ ബിൽഡിങ്ങിലേക്ക് എന്നെ കൊണ്ടുവരുന്നതിൽ എന്ത് നന്മയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. It looked like some huge high-walled fortress, stern and grim. ഇപ്പോൾ സ്കൂൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ട്. It looked like some huge, വലിയ high-walled, വലിയ മതിലുകളുള്ള ഫോർട്രസ്, കോട്ട പോലെ. stern and grim. stern means serious, grimമും അതന്നെ അർത്ഥം സീരിയസ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള, സ്റ്റേണും ഗ്രിമ്മും ഒക്കെ ഇവിടെ എന്താണ്, സീരിയസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വളരെ, അതുപോലെ തന്നെ ഗ്ലൂമി എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഗ്രിമ്മിന് ഗ്ലൂമി എന്ന അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ സീരിയസ് ആയ, ദുഃഖം തോന്നുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. ഇനി വെൻ വി അറൈവ്ഡ്, ഞാനും ഫാദറും സ്കൂളെത്തിയപ്പോൾ, വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റിന് എവിടെ ഞങ്ങൾ എത്തിയപ്പോൾ, വി കുഡ് സീ ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് മുറ്റാണ്, പ്രത്യേകിച്ച് മുൻഭാഗത്തെ മുറ്റം, സ്കൂളിൻ്റെ മുൻഭാഗത്തെ മുറ്റം, കോർട്ട്യാർഡ്. വാസ്റ്റ്, വളരെ വിശാലമാണ്. ആൻഡ് ക്രാംഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞിട്ടുണ്ട്. ക്രാംഡ്, ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സും ഗേൾസും ഒക്കെ എന്താണ്, നിറയെ അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. അപ്പോൾ നീ അവിടെ കയറിക്കോ, അകത്തേക്ക് കയറിക്കോ എന്ന് ഫാദർ എന്നോട് പറഞ്ഞു. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ, എൻ്റെ ഫാദറിനോട് പറഞ്ഞു. ആൻഡ് ജോയിൻ ദം, ആ കുട്ടികളൊപ്പം കൂടി കളിച്ചോ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, മുഖത്ത് എപ്പോഴും എന്തുണ്ടാവണം, ഒരു പുഞ്ചിരി ഉണ്ടാവണം. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. ഇനി മറ്റുള്ളവർക്ക് എന്താണ്, നല്ലൊരു മാതൃകയാവണം, നല്ലൊരു എക്സാമ്പിൾ ആവണം നീ, ആവില്ലേ എന്ന് ചോദിക്കുക. ഇനി 6ാമത്തെ പാരഗ്രാഫ്. ഐ ഹെസിറ്റേറ്റഡ്, ഞാൻ കുറച്ച് മടിച്ചു. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫാദറിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. അപ്പോൾ ഫാദർ എന്താ ചെയ്തത്, പിന്നെ കുട്ടിയെ കയ്യിൽ നിന്നും പതുക്കെ അങ്ങോട്ട് മാറ്റി, വേഗം സ്കൂളിലേക്ക് തള്ളുകയാണ്. പുഷ്ഡ് മീ ഫ്രം ഹിം. ബി ബോൾഡ്, ധൈര്യവാനായിരിക്കൂ. ബോൾഡ്, ധൈര്യമുള്ളവനാവുക എന്നുള്ളതാണ് കേട്ടോ. ബി ബോൾഡ് ഹി സെഡ്, ഫാദർ പറഞ്ഞു. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ സത്യത്തിൽ ജീവിതം ആരംഭിക്കുന്നത്. ബിഗിൻ മീൻസ് ലൈഫ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. ടൈം ടു ലീവ്, പോകുമ്പോൾ. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുമ്പം ഞാൻ നിന്നെ അവിടെ പുറത്ത് കാത്തിരിക്കും, ഞാൻ പുറത്തുണ്ടാവും, പേടിക്കണ്ട എന്നാണ് ഫാദർ പറയുന്നത്.
ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്, ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് എടുത്തു എന്ന് വെച്ചാൽ മുന്നോട്ട് നടന്നു. ദെൻ സ്റ്റോപ്ഡ്, എന്നിട്ട് നിർത്തി. ആൻഡ് ലുക്ഡ്, എന്നിട്ട് നോക്കി. ബട്ട് സോ നത്തിങ്, ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. കെയിം ഇൻ ടു വ്യൂ മീൻസ് അപ്പിയേർഡ്, അല്ലെങ്കിൽ ടേൺഡ് അപ്പ്, അല്ലെങ്കിൽ വന്നു, മുന്നോട്ട് വന്നു. അപ്പോൾ കുറേ മുഖങ്ങൾ കണ്ടു ഞാൻ, ബോയ്സ് ഗേൾസ്, അവിടുത്തെ വേറെ കുട്ടികളെയും കണ്ടു. ഞാൻ മാത്രമല്ലോ, വേറെ കുട്ടികളുണ്ടാവുമല്ലോ, സ്കൂളല്ലേ. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അതിൽ ആരെയും എനിക്കറിയില്ല. പുതിയ സ്കൂളാണ്, സ്കൂൾ ആദ്യമായിട്ടാണ് പോകുന്നത്, സ്കൂൾ പുതിയതാണ്, കുട്ടികളും പുതിയതാണ്, അവൻ ആരും അറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ, അവർക്കാർക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. അപ്പോൾ ബോയ്ക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഐ ഫെൽറ്റ്, എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് തോന്നി. ഐ വാസ് എ സ്ട്രേഞ്ചർ, ഞാനൊരു അപരിചിതനാണ്. ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ, ആ അപരിചിതൻ എന്താണ്? വഴി നഷ്ടപ്പെട്ടു. അപ്പോൾ വഴി തെറ്റിയ ഒരു അപരിചിതനെ പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി were directed towards me and a boy approached and asked who brought you. നോക്കൂ, ബട്ട് ഗ്ലാൻസസ് മീൻസ് ലുക്സ്, നോട്ടങ്ങൾ, ഓഫ് ക്യൂരിയോസിറ്റി മീൻസ് ജിജ്ഞാസ, ഒരു അറിയാനുള്ള കൗതുകം, ആവേശം, ആ ഒരു കൗതുകം ഉണ്ടല്ലോ, അതാണ് ക്യൂരിയോസിറ്റി. അപ്പം ഒരു ഗ്ലാൻസ് ഓഫ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയുടെ നോട്ടങ്ങൾ. കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ഞാൻ ആരാണ്, എന്താ ഞാൻ എവിടുന്ന വരുന്നത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കി. അതാണ് ക്യൂരിയോസിറ്റിയുടെ നോട്ടങ്ങൾ, ഗ്ലാൻസസ്. വെർ ഡിറക്റ്റഡ് ടുവേർഡ് മീ, എന്നിലേക്ക് വന്നു. എൻ്റെ ബോയ് അപ്രോച്ച്ഡ് മീൻസ് സമീപിച്ചു. ഒരു ആൺകുട്ടി എന്നെ സമീപിച്ചു. ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് ചോദിച്ചു. ഹു ബ്രോട്ട് യു, ആരാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു, പതുക്കെ പറഞ്ഞു. അപ്പോൾ ആ ബോയ് എന്നോട് ചോദിച്ചു, ആരാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ ഫാദർ, എൻ്റെ ഫാദറാണ് കൊണ്ടുവന്നത്. മൈ ഫാദർ ഇസ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ കുട്ടി ഭയങ്കര സിമ്പിളായിട്ട് കൂളായിട്ട് പറഞ്ഞു, എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എന്താണ് അവനോട് പറയേണ്ടത് എന്നെനിക്കറിയുമായിരുന്നില്ല. ആ സമയത്ത് ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, അതുവരെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, ഗേറ്റ് പിന്നെ അടച്ചു. ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. ലെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ അട്ടേഡ്, എ പിറ്റിയബിൾ ദയനീയമായ, സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ ശ്രീക്ക്, കരച്ചിൽ. അപ്പോൾ എന്താണ്, ഗേറ്റ് അടക്കുമ്പം ഒരു ശബ്ദം അങ്ങോട്ട് വന്നു, ഒരു വിഷമകരമായിട്ടുള്ള ഒരു കരച്ചിൽ പോലെ. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ അടക്കലുമാണ് ആ കുട്ടികളുടെ മാനസിക നില, അല്ലെങ്കിൽ അവരുടെ കരച്ചിലും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പോൾ ഗേറ്റ് കിടക്കുമ്പം അതിൻ്റെ ഗേറ്റ് കരയുന്ന പോലെയാണ് അത് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്താണ്, കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കണ്ടോ, അപ്പോൾ ഗേറ്റ് അടക്കുമ്പോൾ ഗേറ്റിൻ്റെ ശബ്ദമുണ്ട്, കരയുന്ന പോലെ. അതുപോലെ കുട്ടികൾ എന്താണ്, കരയാണ്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ് മീൻസ് എന്താണ് ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ കരയുക. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, കരഞ്ഞു. ദ ബെൽ റാങ്, ബെല്ലടിച്ചു. എ ലേഡി കെയിം എലോങ്, ഒരു ലേഡി അങ്ങോട്ട് വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ, ഒരു കൂട്ടം ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നു. സോ ആ ലേഡി എന്തായിരിക്കാം, സ്കൂളിലെ ഒരു ഹെഡ് ടീച്ചറോ ഒക്കെ ആയിരിക്കാം, അതിലേക്ക് അവിടുത്തെ ടീച്ചറായിരിക്കാം. അപ്പോൾ ടീച്ചറൊപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ, ഒരു കൂട്ടം ആൾക്കാർ വന്നു. ദ മെൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ ഞങ്ങൾ എന്തായി, റാങ്ക് ആയിട്ട് തിരിച്ചു, മേ ബി എന്താണ് ഡിവിഷനായിട്ട്, വ്യത്യസ്തമായ ക്ലാസ്സുകളായിട്ട് തിരിച്ചു. ഓക്കെ, ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വുമൺ. ആ സ്ത്രീ എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെയും നിങ്ങൾക്ക് എന്തുണ്ട്, ഫാദേഴ്സും മദേഴ്സും ഒക്കെ ഉണ്ട്. ഹിയർ ദർ ഈസ് എവറിഥിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഇവിടെ ഈ സ്കൂളിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, എൻജോയബിൾ സന്തോഷിക്കാനുള്ളതും, ആൻഡ് ബെനിഫിഷ്യൽ യൂസ്ഫുൾ ആകുന്നതും, ടു നോളജ് ആൻഡ് ലൈഫ്. നോളജ് അറിവിനും ജീവിതത്തിനും ലൈഫിനും ഒക്കെ ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ എന്തുണ്ട്, ഇവിടെയുണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ്, കണ്ണീരൊക്കെ തുടക്കൂ. ഡ്രൈ യുവർ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെങ്ങനെ കരഞ്ഞിരിക്കല്ലേ, ആ കണ്ണീരൊക്കെ തുടക്കൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി, സന്തോഷത്തോടെ ലൈഫിനെ ഫേസ് ചെയ്യൂ, നേരിടൂ. വോണ്ട് യു, അങ്ങനെ ചെയ്യില്ലേ? ഓക്കെ, അങ്ങനെ പറയുകയാണ്. സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കൂടെ കാണണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.